കോൺഗ്രസ് നേതാവ് തൗഫീഖ് രാജൻ കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. തൗഫീഖ് രാജൻ, കേൾക്കാമെങ്കിൽ? കേൾക്കാം. അതായത് ഈ വിസ്മയം എന്നൊക്കെ പറഞ്ഞത് നിങ്ങളാണെങ്കിലും എല്ലാ അർത്ഥത്തിലും അത് കേരളത്തിൻ്റെ മുന്നിൽ കാണിച്ചു തരുന്നത് ഈ ഭരണപക്ഷമാണ്, സർക്കാരാണ്. അതാ ഈ ബജറ്റിലും. അല്ല അജിംഷാദ്, അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വിശ്വസിച്ചു. ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് 2 മണിക്കൂർ 50 മിനിറ്റ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ്, അത് അതിലെ പ്രഖ്യാപനങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഏതാണ്ട് വിശ്വസിച്ചു എന്ന് നിങ്ങൾ കരുതരുത്. കാരണം ഇവിടെ സത്യത്തിൽ ഇന്ന് അവതരിപ്പിച്ചൊരു ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് എൻ്റെ വിലയിരുത്തലനുസരിച്ച് വോട്ട് ഓൺ അക്കൗണ്ടാണ്. അതായത് പ്രഖ്യാപനം നടത്തി പാസ്സാക്കുക എന്നതിനപ്പുറത്തേക്ക് ആ പ്രഖ്യാപനങ്ങളല്ലാതെ ഒരു പ്രായോഗികത ഒട്ടുമില്ലാത്ത ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞു വെക്കേണ്ട നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ്. അജിംഷാദെ, സാധാരണഗതിയിൽ ഓരോ വർഷത്തെയും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സാക്ഷാൽ ഈ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സർക്കാർ, ഇടതു സർക്കാർ 2ാം ടേം പൂർത്തിയാക്കാൻ പോകുകയാണ്. ഈ ഓരോ വർഷത്തെയും ഇവരുടെ ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഇടതുപക്ഷത്തിൻ്റെ ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, അത് കേവലം ബഡ്ജറ്റിനെ പുകഴ്ത്തുക എന്നത് മാത്രമാണ് ചെയ്തു വരുന്ന ഒരു കൃത്യമായി മുടങ്ങാതെ കടന്നു വരുന്ന ഒരു ശൈലി എന്നതിനപ്പുറത്തേക്ക് എത്രത്തോളം പ്രാബല്യത്തിലായി എന്നുള്ള വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടിയാൽ 50% പോലും പെർസെൻറ്റേജ് ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ പലതും നടപ്പാക്കാതെ പോകുന്നു. 50% പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ അല്ല, ഞാൻ അതിലേക്ക് വരികയാണ്. മൊത്തത്തിൽ അങ്ങേക്ക് കണക്കടക്കം ഞാൻ സൂചിപ്പിക്കാം. അതിലേക്ക് വരികയാണ്. 50% പോലും പൂർത്തിയാക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഞാൻ അങ്ങയോട് വളരെ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് സത്യത്തിൽ അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചു എല്ലാ ഘട്ടത്തിലും വിസ്മയം തീർക്കുന്നത് LDF ആണ്, ഇടതുപക്ഷമാണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുണ്ട്. എന്താണെന്നറിയോ, ഈ അടിപൊളി തകർത്തു തിമിർത്തു കിടുക്കി എന്നൊക്കെ ഇടതുപക്ഷ നേതാക്കന്മാർ, CPM നേതാക്കന്മാർ ഈ ബഡ്ജറ്റിനെ വിലയിരുത്തിയാലും അത് നടപ്പിലാക്കേണ്ടി വരില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി നടത്തുന്ന ഒരു സാഹചര്യമുള്ളത്. കാരണം അവർക്ക് തന്നെ അറിയാം 2 മാസങ്ങൾക്കപ്പുറത്തേക്ക് കേരളത്തിൽ ഒരു ഭരണമാറ്റം സംഭവിക്കാൻ പോകുന്നു, കേരളത്തിൽ ഒരു UDF സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളത്. അജിംഷാദെ, കേരളത്തിൽ ഒരു UDF സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമായി ആ കാരണഭൂതൻ സർക്കാരിൻ്റെ ധനമന്ത്രി KN ബാലഗോപാലിന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായി അദ്ദേഹം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇനി അങ്ങയിലേക്ക് വന്നാൽ, അതായത് ബഡ്ജറ്റിനെ പറ്റി ഞാൻ വരികയാണ്. ബഹുമാനപ്പെട്ട അജിംഷാദ് ആശങ്കപ്പെടേണ്ട. സാധാരണഗതിയിൽ ഇന്ന് അങ്ങ് അല്പ ആവേശത്തിലുമാണ്. എന്തായാലും ഈ പ്രഖ്യാപനങ്ങൾ കേട്ടിട്ടാണ് ആവേശം കൊള്ളുന്നതെങ്കിൽ ഇത്ര ആവേശമൊന്നും വേണ്ട. കാരണം ഇത് നടപ്പാക്കാൻ പോകുന്ന പ്രഖ്യാപനങ്ങളാണെങ്കിലേ അങ്ങ് ആവേശ പുളകിതനായിട്ട് കാര്യമുള്ളൂ എന്ന സ്നേഹപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ വർഷം ഞാൻ ഇന്ന് ഒരു പ്രഖ്യാപനത്തിൽ ഒരു പരാമർശം കേട്ടത് തെറ്റാണെങ്കിൽ തിരുത്താവുന്നതാണ്. അതായത് ക്ഷമിക്കണം, ഇന്നൊരു ബഡ്ജറ്റ് പ്രസംഗത്തിൽ കേട്ടത് 8,000 കോടി രൂപ KSRTCക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതിനു മുമ്പ് 5,000 കോടി രൂപ കൊടുത്തു എന്നും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അത് 1,000 കോടി രൂപ മാത്രമേ കൊടുത്തുള്ളൂ എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളടക്കം എന്ന് കേൾക്കുന്ന ഒരു സാഹചര്യം. 265 കോടി രൂപയാണ് KSRTC. ശരി, അത് അങ്ങയുടെ കണക്ക് ശരി വെച്ചാൽ എൻ്റെ ഒരു ചോദ്യം, ഇന്ന് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പുള്ള ചിലവാണോ ഇന്ന് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്ന് അങ്ങ് പരിശോധിക്കണം. ഇപ്പോൾ പെട്രോൾ ഡീസൽ വില, ഈ തൊഴിലാളികളുടെ ശമ്പളം, ഇപ്പോൾ ടയറിൻ്റെ വിലയടക്കം, എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ വിലയടക്കം എത്രയോ 15 വർഷങ്ങൾ വെച്ച് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള സംശയം, ഇത്തരത്തിൽ ഒരു ഘട്ടമുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ KSRTC ലാഭത്തിലാണെങ്കിൽ ഇത്തരത്തിൽ സഹായം എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ഇതിൻ്റെ എക്കണോമിക് വശം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക വശം മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിച്ചാൽ, അതായത് 10 വർഷത്തിനും 15 വർഷത്തിനും മുമ്പുള്ള കണക്കുമായി ഇതിനെ താരതമ്യം ചെയ്യുന്ന കണക്ക് മാറ്റി നിർത്തി അങ്ങ് ഈ പറഞ്ഞ KSRTC ലാഭത്തിലാണ് എന്നുള്ള വസ്തുതകളല്ല, നിങ്ങൾ പറയുന്ന വസ്തുതകൾ എന്ന് ഞാൻ സമ്മതിക്കാത്ത വസ്തുതകൾ, നിങ്ങൾ പറയുന്ന വസ്തുതകൾ ഒരിക്കലില്ല, നിങ്ങൾ പറയുന്ന വസ്തുതകളല്ല, നിങ്ങൾ വസ്തുതകൾ എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ അത് പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ കള്ളങ്ങൾ മാത്രമാണ്, വെറുതെ വ്യാജ പ്രചാരണങ്ങൾ മാത്രമാണ്. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നിങ്ങൾ അവകാശപ്പെടുന്ന വസ്തുതകളിലേക്ക് വന്നാൽ ഞാൻ ചോദിക്കുന്ന എൻ്റെ ചോദ്യം, അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ലാഭത്തിലാണ് KSRTC എങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ സഹായം എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറേ പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ, ഇല്ലെങ്കിൽ അങ്ങനെയല്ല തൗഫീഖ് രാജൻ അതിനെ കാണുന്നത്. KSRTC ഒരു പൊതുഗതാഗത സംവിധാനമാണ്.
അത് ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. അങ്ങനെ ലാഭത്തിന് വേണ്ടി ചെയ്യാത്ത പല സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു സർക്കാരിന് മാത്രമേ ചെയ്യാനാകൂ. അതാണ് ഒരു പൊതുമേഖലയുടെ പ്രസക്തി തന്നെ. അതൊരു അടിസ്ഥാന കാര്യമാണ്, നമുക്കെല്ലാം അറിയാവുന്ന പോലെ. ഇവിടെ KSRTC ഉണ്ടാകുന്ന പല വിധത്തിലുള്ള വീഴ്ചകളെ പരിഹരിച്ച് 1-ാം തീയതി അവർക്ക് ശമ്പളം കൊടുക്കുന്നു, അവർക്ക് ആ അർത്ഥത്തിൽ സഹായം നൽകിയാൽ മാത്രമേ കൂടുതൽ മെച്ചപ്പെട്ടൊരു സംവിധാനത്തിലേക്ക് പോകൂ. അങ്ങനെ സഹായം കൊടുക്കുന്ന ഒരു തെറ്റാണ് എന്ന് പറയുന്നതിൻ്റെ യുക്തി എനിക്ക് പിടികിട്ടുന്നില്ല. നേരത്തെ തൗഫീഖ് രാജൻ സൂചിപ്പിച്ച ഏതൊക്കെ മേഖലയിലാണ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാകാതെ പോയത് എന്ന് പറയാമോ? നമുക്ക് പ്രേംകുമാർ MLA അതിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഇവിടെ സൂചിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. അതായത് KSRTC കൂടെ പറഞ്ഞു വെച്ച ശേഷം മുന്നോട്ട് പോകുന്ന സാഹചര്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പ്രഖ്യാപനങ്ങളൊക്കെ നിരവധിയുണ്ട്. ഇപ്പോൾ അതിവേഗ ട്രെയിനിങ് കേരളയിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമൊക്കെ നമുക്ക് മുന്നിലൂടെ ഉണ്ട്. എന്ന് വരും എന്നുള്ള 2 മാസം കൂടെ ഈ കാലാവധി തീരാനുള്ളൂ എന്ന് അടക്കം അങ്ങ് വസ്തുത മറന്നു വെച്ചുകൊണ്ട് സംസാരിക്കരുത്. ഈ സർക്കാരിൻ്റെ കേരളത്തിലെ ജനങ്ങൾ മടുത്തുന്നേ ഈ സർക്കാരിന്. അത് വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു, വലിയ മുന്നേറ്റം കേരളത്തിൽ UDF സംഭവിക്കാൻ പോകുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നിരവധിയാണ്. അദ്ദേഹത്തിന്റെ സമയം വരുമ്പോൾ എന്റെ ആർഗ്യുമെന്റ് അല്ല, അത് കേരളത്തിലെ ജനങ്ങൾ 2 മാസത്തിനപ്പുറത്തേക്ക് അജിം ഷാദിൻ ചർച്ചയ്ക്ക് കൈരളിയും ഞാൻ വന്നിരിക്കുമ്പോൾ മാർച്ച് മാസത്തിന്റെ അവസാന ദിവസം ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് മാർച്ച് ആദ്യത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. മാർച്ച് ഏകദേശം അവസാനത്തോടുകൂടി കേരളം പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമെന്നുള്ളതാണ് ഞാൻ കരുതുന്ന ഞാൻ അനുമാനിക്കുന്നത്. ശരി, അതിലേക്ക് വരട്ടെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ ഇനി 2 മാസം ഞാൻ പറഞ്ഞത് ഈ സർക്കാരിന്റെ കാലാവധിയെ സൂചിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞ ഒരാൾ ഇപ്പോൾ ജയിലില്ല. അത്ര അഹങ്കാരം താങ്കൾക്കില്ലേലും ഇങ്ങനെ വലിയ ആത്മവിശ്വാസത്തിന്റെ അഹങ്കാരം പ്രകടിപ്പിച്ച ഒരാൾ ഇപ്പോൾ ജയിലില്ല. രണ്ട് സഖാക്കന്മാർ ഇപ്പോ ജയിലിലാണ്. N വാസുവും പത്മകുമാറും രണ്ടുപേരും ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളും പീഠങ്ങളും അടക്കം ശബരിമലയിലെ ജയിലിലാണ്. അപ്പൊ സഖാക്കന്മാരാണ് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ലീഡിൽ സഖാക്കന്മാരാണ് മുന്നിൽ സഖാക്കന്മാരുടെ അതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് ബഹുമാനപ്പെട്ട ശ്രീ ജയരാജൻ അടക്കം സൂചിപ്പിച്ചു. പാവങ്ങളാണ് ജയിലിൽ കിടക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, N വാസുവും പത്മകുമാറും പാവങ്ങളാണല്ലോ. അതുകൊണ്ടാണ് അത് ഈ സർക്കാർ യാതൊരു പരിശോധന നടത്താതെ ഇവിടെ നോക്കൂ, INTUC-ക്കാർ ഒരുപാടുണ്ട്. കണക്കെടുത്ത കൂടുതലും കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കോൺഗ്രസിലെ ഏതെങ്കിലും DCC KPCC ഭാരവാഹികൾ ജയിലിലുണ്ടോ? അങ്ങ് പറയൂ. പറയണോ? കണക്ക് പറയണോ? ജയിലിലുള്ള KPCC കണക്ക് പറയണോ? NM വിജയന്റെ മരണം മുതലുള്ള കണക്കുകളുണ്ട്. NM വിജയന്റെ മരണം മുതലുള്ള കണക്കുകളുണ്ട്. പിന്നെ നിങ്ങൾ പുറത്താക്കിയ ആൾ എന്ന് പറയുന്ന ആൾ ലീഡ് ചെയ്യുന്ന ആളുകൾ ഇന്നലെയാണ് പുറത്തിറങ്ങുന്നത്. അത് മാത്രമല്ല, മുരാരി ബാബു അടക്കം INTUC നേതാക്കളാണ് കൂടുതൽ അതിനകത്ത്. ഇപ്പൊ ജാമ്യം കിട്ടിയെന്നേ ഉള്ളൂ. ഞാൻ ഇത് പറയാം, ശബരിമല മാസ്റ്റർ പ്ലാൻ ശബരിമല മാസ്റ്റർ പ്ലാനെ അതിന് 30 കോടി രൂപ, 30 കോടി പമ്പ ശുദ്ധീകരണ പദ്ധതിക്കായി 30 കോടി. പിന്നീട് അത് മാത്രമല്ല, മറ്റ് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഈ തീർത്ഥാടന വഴികളൊക്കെ നന്നാക്കുന്നതിന് വേണ്ടി 15 കോടി. ഇങ്ങനെ ശബരിമലയ്ക്ക് നല്ല രീതിയിൽ നിങ്ങൾ ഈ വിവാദങ്ങളുടെ പിറക്കെ പോകാതെ ശബരിമലയെ ആ അർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. അതായത് ഞാൻ ആ പോയിന്റ് പൂർത്തിയാക്കാൻ എന്നെ അനുവദിച്ചില്ല. അതായത് നിങ്ങൾ വസ്തുതകൾ എന്ന് അവകാശപ്പെടുന്ന പൊള്ളത്തരങ്ങളുണ്ട്. ആ പൊള്ളത്തരങ്ങൾ ഒന്ന് തുറന്നു കാട്ടാൻ അങ്ങ് എന്നെ അനുവദിക്കണം, എൻ്റെ അഭ്യർത്ഥനയാണ്. അതായത് ആശാ വർക്കർമാരുടെ വിഷയം എൻ്റെ ന്യായമായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണല്ലോ. അങ്ങേക്ക് അറിയാമല്ലോ, 1000 രൂപ ഇപ്പൊ വർദ്ധിപ്പിച്ചുകൊണ്ട് അതുകൂടെ പറഞ്ഞിട്ട് ആ ഒറ്റ പോയിന്റ് ഞാൻ അതിനപ്പുറത്തേക്ക് അടുത്ത ഘട്ടത്തിൽ പറഞ്ഞോളാം. അതായത് ആശാ വർക്കർമാർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട MLA അടക്കമുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ബഹുമാനപ്പെട്ട ധനമന്ത്രി അടക്കം അന്ന് വ്യക്തമാക്കിയത്, ബഹുമാനപ്പെട്ട ഈ സർക്കാർ വ്യക്തമാക്കിയത്,
അത് കേന്ദ്ര പദ്ധതിയാണ്, കേന്ദ്രമാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇപ്പോൾ 1000 രൂപ വർദ്ധിപ്പിച്ചത്? അങ്ങനെയെങ്കിൽ 260 ദിവസം വെയിലും മഴയും കൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ കാരണഭൂതൻ്റെ മൂക്കിന് തുമ്പിൽ സമരം ചെയ്ത ആളുകൾക്ക്, അമ്മമാരെ, ആശമാരെ വഞ്ചിച്ചൊരു സർക്കാരല്ലേ കേരളം ഭരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പൊള്ളത്തരങ്ങളാണ്. പറയുന്ന കണക്കും ഇപ്പോൾ യഥാർത്ഥ കണക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതിലേക്ക് എനിക്ക് സമയം അനുവദിച്ചാൽ ഞാൻ അതിലേക്ക് വരാം. അതിനപ്പുറത്തേക്ക് പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത്. ഈ ആശ എന്ന പദ്ധതി ആരുടെ കീഴിൽ വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലേ? അല്ല, അങ്ങനെയെങ്കിൽ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആരാണ്? അല്ലല്ല, അങ്ങനെയല്ല. ഇതിൽ കേന്ദ്ര പദ്ധതിയാണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ചകളെ പരിഹരിക്കുകയാണ് സംസ്ഥാനം. അവിടാണ് വ്യത്യാസം. ഞാൻ തിരിച്ചെത്താം. ശ്രീ പ്രേംകുമാർ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം കാണേണ്ടത് നിങ്ങൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ. ഇപ്പോൾ ഇലക്ഷനെ മുൻനിർത്തി പ്രഖ്യാപിച്ച ഒരു ജനകീയ സ്വഭാവത്തിൽ കോൺഗ്രസ് വലിയ അസ്വസ്ഥരാണ്. അതാണ് ഈ ഇലക്ഷൻ അവർ തുടരുമെന്ന് ഈ പല്ലില്ലാത്തവനെ കൊമ്പല്ല എന്ന് വിളിക്കുന്നത് പോലെ ഒരു ട്രിക്കാണ്. ഈ തൗഫീഖ് രാജൻ ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ ജയിക്കും, തങ്ങൾ ജയിക്കും, ഇത് തുടരില്ല, ഇതിലൂടെ വീഴും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസക്കുറവിൻ്റെ, ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തരുന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾ. ശരി